എന്നാലും എന്റെ കേശുവേ, നീ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം ഞങ്ങൾക്ക് ആർക്കും തരാതെ ഒറ്റയ്ക്ക് തിന്നില്ലടാ. ചേച്ചി കുറെ നേരമല്ലേ ചേച്ചി പ്രസാദം എന്ന് പറയുന്നത്. ഞാൻ അതിന് വേണ്ടി എന്ത് കഴിച്ചെന്ന് പറയണത്? ഒരു പഴവും കുറച്ച് അവലും ശർക്കരയും. 2 തേങ്ങ കൊത്തും. ശരി, 2 തേങ്ങ കുത്തും അങ്ങനെ കഴിച്ചുള്ളൂ. അല്ല, നമുക്ക് നാളെ കൂടി ഷെയർ ചെയ്ത് കഴിച്ചുകൂടായിരുന്നോ? എടാ, എന്തുവാണ് ഇത്രയും ചെറിയ കാര്യത്തിന് ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത്? സില്ലി മാറ്റർ വിട്ടുള്ള. അയ്യോ, നിനക്കെങ്ങാനും ഞങ്ങൾ തരാതിരുന്നെങ്കിൽ നീ ഇപ്പൊ കടിക്കുകയും കൊരക്കുകയൊക്കെ ചെയ്തേനല്ല. ഈ കേസ് ഒന്നും വിടാവോ? വിടാമെല്ലാം തരണോ രണ്ടിനും? എല്ലാം കൊണ്ട് ആദ്യം അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയവരെ തോന്നി. കണ്ടടാ, ആ കൊച്ചിന് വരെ അറിയാം തിന്നാൻ വേണ്ടി നീ കാണിക്കണ ഉടായിപ്പ്. പൊന്നോ, നിങ്ങൾക്ക് ഒരു പഴത്തിന് ഒരു 1/2 കിലോ പഴവും കുറച്ച് അവലും ശർക്കരയും മേടിച്ചു തരാൻ പോരെ? ഞങ്ങൾക്ക് വേണ്ട നിന്റെ അവലും പഞ്ചസാരയും ശർക്കരയും ഒന്നും. അതുകൊണ്ട് ആ മാളവിക്കൊണ്ടേ കൊടുക്കും. ചേച്ചി, ഞാൻ പഴ കഥകളും എടുത്തിട്ട് എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കൊച്ച് പ്രസാദത്തിന് വേണ്ടി കിടന്ന് അടി ഉണ്ടാക്കി. ശരി, ഞാൻ സമ്മതിക്കുക. ഞാൻ ഇനിയും പഴകൊണ്ടാക്കും. പക്ഷെ എൻ്റെ പൊന്നെന്നാലും ഞാൻ കാണിച്ചൊരു അബദ്ധമായി. നിങ്ങൾക്കൊരു കാര്യം അറിയൂ, അവിടുന്ന് കിട്ടിയ പഴം രസകദളി പഴമായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പഴം. അതേപോലെ തന്നെ മറ്റേ പ്രസാദത്തിനകത്ത് ശർക്കര ഭയങ്കര കൂടുതലായിരുന്നു. എനിക്കിഷ്ടമല്ല. എന്നിട്ട് ഞാൻ എന്താ കഴിച്ചെന്നറിയൂ? അതെല്ലാം കൂടെ പിടിച്ചോണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഭാരം തോന്നും. ആ ഭാരം തോന്നിക്കൂടാ. കൈ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാനത് കഴിച്ചത്. മോനെ കേശുവേ, നിനക്ക് രസകദളി പഴം ഇഷ്ടമല്ല അല്ലേ? അവല്ലേ ശർക്കര കൂടിയത് എനിക്ക് പിടിക്കൂല. കള്ളാ. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് കല്ലും മണ്ണും ഇച്ചിരി പഞ്ചസാര ഇട്ട് വറുത്ത് കൊടുത്തു നോക്ക്. മടാന്നും പറഞ്ഞ് അടിക്കവൻ. എന്തോന്നാണ് ഇത്? രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വീടിന് നടക്കണം അടി ഉണ്ടാക്കണ? നിങ്ങളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം കണ്ടാലേ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നേന്ന് തോന്നൂല. കാളച്ചന്തയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ചക്ക വാചക കസത്ത് മതിയാക്കിക്കോട്ടാ. കുറെ നേരമായി തുടങ്ങിയിട്ട്. ചേച്ചിയെ, സത്യം പറഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ ഒറ്റയ്ക്കേ പോകും. കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷനാണ്. അവിടുത്തെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇനി അത് തെറ്റെന്തോ അറിയൂ, നിങ്ങളെയും കൊണ്ട് പോയി. അതെ, ഒറ്റയ്ക്ക് പോയാലല്ലേ പറഞ്ഞു വെച്ചേക്കുന്ന ആൾക്കാരെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇതിനുള്ള മറുപടി എനിക്കറിയാഞ്ഞിട്ടല്ല. ഞാൻ ഞാൻ പറയൂല. എന്നെ കൊന്നാലും ഞാൻ പറയൂ. എന്താടാ എന്താ നീ പറയാത്തെ? ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ അതിന്റെ നെഞ്ചത്ത് കയറി പൊങ്കാലിടാൻ പറ്റൂ? സമ്മതിക്കൂലേ? ഞാൻ പറഞ്ഞല്ലേ പ്രശ്നമുള്ളൂ, ഞാൻ വേണ്ടൂല. ചേച്ചി വാ, ഈ പറഞ്ഞോളൂ നിസാര കേസിന് എന്തിനീ തല്ലൂടുന്നത്? നിസ്സാര കാര്യത്തിലാണെങ്കിൽ പോലും അവനെ ആർത്തി കാണിക്കാലോ. തുരുമ്പാണെങ്കിൽ പോലും അവനെ നേടാനാണെങ്കിൽ അവൻ നേടിയിരിക്കും. നീ എന്താണ് ഇങ്ങനെ കേട്ടി ചാരി നിൽക്കുന്നേ? എൻ്റെ പൊന്നെ, എനിക്ക് പറ്റിയ അബദ്ധം ആലോചിച്ച് ഞാൻ ഇങ്ങനെ നിന്നു പോയതാണ്. അല്ല, എന്നാലും കുറച്ച് അവല് ഒരു പഴം, അത് ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ അടി ഉണ്ടാക്കണത്? ആലോചിക്കുമ്പോൾ തൊലിഴിഞ്ഞു പോകുന്നു. ചക്ക ചവിട്ടുന്നുണ്ടല്ലോ കൊതിയൻ. അവൻ കൊതിയനല്ല, ചതിയനാണ്. ചതിയൻ. ശിവ, ഇനി ഇവിടെ നിന്നാലേ ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഞാൻ ഒന്നാ ശരിയാവില്ല പോണു. ശരിയാക്കി തരാം കേട്ടാ. കേശുവേ, എന്തടി? ആ കൊച്ചിന് പോലും അമ്പലത്തിൽ നിന്ന് കിട്ടിയെടുത്ത് പ്രസാദം കഴിക്കാണ്ട് മുഴുവൻ തിന്നു തീർത്തിട്ട് അവൻ നിന്ന് വാചകം അടിക്കണ്. കഷ്ടം. ശിവ, ഞാൻ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എത്ര സമയം പിള്ളേരാ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട്? 2 മണിക്കൂർ കഴിഞ്ഞില്ലേ? ഇത് എന്ത് പ്രാർത്ഥനയാണ്? കുറേ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ വരുന്ന വഴി വല്ലവരോടൊക്കെ വർത്താനം പറഞ്ഞു നടന്നേച്ചാ. അല്ല, ആ സേവാ കേന്ദ്രക്കാരൻ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവൻ സേവാ കേന്ദ്രക്കാരനല്ല, ജനദ്രോഹ കേന്ദ്രക്കാരനാണ്. എന്തു വെച്ചി? അടികൂടിയാ? ചേച്ചിയോടെ കെട്ടിയ പ്രസാദ ഒറ്റയ്ക്ക് ഇന്നു. പായസമായിരുന്നാ? അല്ല, അവലും പഴവും. അവന് പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ, എന്ത് കിട്ടിയാലും ഒറ്റയ്ക്ക് അങ്ങ് തിന്നോളും. ഈ പ്രസാദം എന്ന് പറയുന്നത് ആകെപ്പാടെ 2 കഷ്ണം പഴവും പിന്നെ ഇച്ചിരി അവല് മലര് പിന്നെ ഇത്തിരി ശർക്കര, ഇത്രയല്ലേ ഉള്ളൂ. അതുവരെ അവൻ ഒറ്റയ്ക്ക് കഴിച്ചമ്മ. അതും പോരാണ്ട് അവന്റെ ന്യായങ്ങളും. അത് പിന്നെ അവന്റെ അച്ഛനെ കടത്തി കെട്ടു അവൻ ന്യായത്തിന്റെ കാര്യത്തിൽ. അവ ആൾക്കാരെ കുറെ മേടിച്ച് കൂട്ടുണ്ടമ്മ. അച്ഛൻ പറയുന്ന ന്യായത്തിന് കുറച്ചെങ്കിലും എത്തിക്സ് ഉണ്ടല്ലോ. ഇത് അതില്ല, ഫുൾ ഉടായ്പാണ്. അത് ചേട്ടാ, കുറെ നേരം ആയേ. എന്താ ഞാൻ ഇപ്പൊ ചെയ്ത തെറ്റെന്തുവാ? കുറച്ച് അവല് കിട്ടി, അത് എനിക്ക് ഞാൻ തന്നില്ല. ഒരു പഴം കിട്ടി, അത് ഞാൻ കഴിച്ചു. അതാണ് ഞാൻ തെറ്റ്. ഇനി ഇവിടെ കിടന്ന് പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും കേട്ടാ. സ്വഭാവം മാറിക്കഴിഞ്ഞാൽ മോനെ കേശു നീ മൊത്തത്തിൽ അങ്ങ് നാറും. അല്ലെങ്കിൽ ഇവനെ വിശ്വസിച്ച് ഒരു സ്ഥലത്തൊക്കെ കൂടെ പോകാൻ പറ്റുമോ? ബാക്കി എല്ലാത്തിനും കൂടെ നിൽക്കും, പക്ഷെ തീറ്റയുടെ കാര്യത്തിൽ ഇവനെ നമ്പാൻ പറ്റില്ല. ഉടായ്പ അമ്മ പറഞ്ഞേട്ടാ. അമ്മ എല്ലാം കേൾക്കുന്നുണ്ട്. എല്ലാം കൂടി കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് കുറച്ച് അവല് മലര് ശർക്കര പഴം എന്നും പറഞ്ഞ് അടികൂടുക. ഒന്ന് പോയ പിള്ളേരെ ഇറങ്ങി. കേശു, അമ്മ പറഞ്ഞിട്ടില്ലേ ഇറങ്ങി പോടാ. ചേച്ചി ഇറങ്ങി ഇറങ്ങി പോടീന്നാ? ഒന്നുകൂടെ വിളിക്കണ നീ പോടീന്ന്. ഒന്നുകൂടെ വിളിക്കണ നീ പോടീന്ന്. പോടി. അയ്യോ, കഴിഞ്ഞ എല്ലാം കൂടി തല്ലി കമത്തി അടിച്ചവനാ. എന്നിട്ട് കുട്ടിക്കൊരങ്ങ് കയറി മോളിൽ കിടന്ന് സമാധാനമായാ?
കേശു അപ്രത്യക്ഷമായ ആക്രമണത്തിൽ വീണ് ഇഞ്ചി പരിപോയി ഇല്ലേ കേശു? ഇവനെ നീ കളിച്ച് നീ കിട്ടും. ഉറപ്പായിട്ടും കിട്ടും. അമ്മ എല്ലാം കൂടെ എന്നെ ചേർന്ന് അടിച്ചപ്പോൾ അമ്മ നോയിക്കൊണ്ടിരുന്നല്ലേ? കൊള്ളാമ്മ, നല്ല മാതൃവാത്സല്യം. താങ്ക് യു. ഇറങ്ങി പോടാ. ഈ ശിവ, എന്നാലും നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് കുറച്ച് അവലും ഒരു പഴമാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു, ലജ്ജ തോന്നുന്നു, ലജ്ജ. ഇത്രയും നാള് നിന്നെ ഒട്ട് നടന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ടാ കേശു. ചെല്ല്. തൽക്കാലം കേശു പോണ്. എനിക്ക് വേദന ശരീരത്തിനല്ല മനസ്സിനാണ്. ഇതെന്ത് നാടോ? ലച്ചു, ഞാനേ ആ കടയിലൊന്ന് പോയിട്ട് വരട്ടെ. കഴിഞ്ഞ മാസത്തെ പൈസയും കൊടുക്കണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഞാനും കൂടെ വരാം. വേണ്ട, വേണ്ട, ഇവിടെ ഇരുന്ന് പണിയുണ്ട്, ചെയ്യാൻ നോക്ക്. അമ്മ എന്നാ ഞാൻ കൂടെ വരാം. എന്തായാലും എനിക്ക് ടെൻഷൻ വെച്ചൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. എന്നാ വാ. ഓക്കെ. ലച്ചു കൊച്ചിനോക്കിയോടെ. ആ ചേച്ചി സൂക്ഷിക്കണം, ചേട്ടൻ വെറുതെ വിടത്തില്ല. പറഞ്ഞോരോ അത് കറക്റ്റാ. മൂന്നും കൂടെ എന്നെ തല്ലിയല്ലേ? നിന്നോടൊക്കെ ദൈവം ചോദിക്കും, നോക്കിയോ? നിന്റെ അടുത്ത്